അവസ്ഥയിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. മാധ്യമ വിഭാഗത്തിന്റെ മേധാവിയാണ് ജയറാം രമേശ്. അപ്പോൾ ജയറാം രമേശ് ഏതെങ്കിലും തരത്തിലുള്ള തീരുമാനം പ്രഖ്യാപിക്കാനുള്ള കപ്പാസിറ്റി ഉള്ള ആളല്ല. അപ്പോൾ ഇത് വാർത്താക്കുറിപ്പ് അടക്കമുള്ള കാര്യങ്ങൾ പോകുമോ എന്നുള്ളതാണ്. എന്തായാലും ഏതോ ഒരു നേതാവ് ജയറാം രമേശിന്റെ പിന്നാലെ ഒരു നേതാവുണ്ട്. ജയറാം രമേശ് മാധ്യമങ്ങളോട് സംസാരിക്കുമോ എന്ന കാര്യം അറിയില്ല. സംസാരിച്ചാലും ഒഫീഷ്യൽ തീരുമാനം പ്രഖ്യാപിക്കേണ്ട ആൾ എന്തായാലും ജയറാം രമേശ് അല്ല. ജയറാം രമേശ് ഖർഗെയുടെ വസതിയിൽ കൂടിക്കാഴ്ചയല്ല, അദ്ദേഹത്തെ വസതിയിലെത്തി എന്തോ ചില ആശയവിനിമയം നടത്തിയതിനു ശേഷം അവിടുന്ന് മടങ്ങുകയാണ്. ജയറാം രമേശിന്റെ കൂടെയുള്ള നേതാവാണ് എന്തൊക്കെയോ മാധ്യമങ്ങളോട് പറയാൻ ശ്രമിക്കുന്നുണ്ട്. അവിടുന്ന് മാറി നിൽക്കാനാണ് എന്ന് പറയുന്നത്. ഇറങ്ങി പോയിടാ എന്നാണ് പറയുന്നത് അറിയില്ല. എന്തൊക്കെയോ പറയുന്നുണ്ട്. വണ്ടി വരാൻ പറയുന്നു. കാത്തിരുന്ന് മടുത്തു. आगे सब लोग और कौन है लाओ दो यार खाली स्टेटमेंट ओके थोड़ा पीछे करने के लिए रिक्वेस्ट कर रहे हैं आपके कुलीग थोड़ा पीछे हो जाइए थोड़ा पीछे हो जाइए थोड़ा पीछे हो जाओ थोड़ा पीछे हो जाओ ना ओके हाँ ओके ये नवीन जी आराम से तुम ऊपर चढ़ जाओगे रुक जाइए एक मिनट रुक जाइए टेबल ला रहे टेबल नहीं मानते यार ये नहीं मानते उस दिन इन्होंने यही ड्रामा किया മാധ്യമങ്ങൾ പത്രസമ്മേളനം നടത്താത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നു. മാധ്യമങ്ങളുടെ ഇടി കാരണം അദ്ദേഹം അകത്തേക്ക് തന്നെ പോയിരിക്കുകയാണ്. അപ്പോൾ ഏതായാലും അദ്ദേഹം അതിനുള്ള സൗകര്യങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ സംശയമില്ല. അവിടെ ജയറാം രമേശ് പുറത്തേക്ക് വന്ന് മാധ്യമങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് നോക്കി വീണ്ടും അകത്തേക്ക് അങ്ങ് പോയി. അപ്പോൾ ഇനി ആരോ ഒരാൾ പുറത്തേക്ക് വരാനുണ്ട്. അതൊരു പക്ഷേ ഖർഗെ പുറത്തേക്ക് വരുമോ എന്നുള്ളതാണ്. മാധ്യമങ്ങളോട് അവിടെ നിൽക്കാൻ അവരോട് പറഞ്ഞു. അങ്ങനെ പൊസിഷനിൽ മാധ്യമങ്ങൾ നിൽക്കുകയാണ് അവിടെ. ഒരുപക്ഷെ ഖർഗെ തന്നെ പുറത്തേക്ക് വന്ന മാധ്യമങ്ങളോട് തീരുമാന പ്രഖ്യാപനത്തിലുള്ള ഏറ്റവും അവസാന മിനിറ്റുകളാണ് നമ്മൾ നിൽക്കുന്നത് എന്ന കാര്യം അറിയില്ല. പുറത്തേക്ക് വന്ന് മാധ്യമങ്ങളോട് അറേഞ്ച് ചെയ്യാൻ മാധ്യമ വിഭാഗം മേധാവി അതിനകത്തേക്ക് പോവുകയും ചെയ്തു. ദിലീപ്, ഇതൊരു പ്രഖ്യാപനത്തിന്റെ അവസാന മിനിറ്റുകളാണോ? ഹാഷ്മി, മുഖ്യമന്ത്രി അല്പസമയത്തിനകം അറിയാം. പ്രസ്താവന വായിക്കുമെന്നാണ് ആദ്യം ഇറങ്ങി വന്നയാൾ അറിയിച്ചിട്ടുള്ളത്. ചോദ്യങ്ങളൊന്നും ഉണ്ടാകില്ല, ചോദ്യങ്ങളോട് പ്രതികരിക്കില്ല, പ്രസ്താവന വായിക്കും. AICC മാധ്യമ വിഭാഗം ഈ കാര്യത്തിൽ क्या कहना चाहेंगे सर केरल को लेकर? थोड़ा पीछे हो जाइए, थोड़ा सा पीछे हो जाइए। आईडी नहीं बोलिए सर As authorized by the members of the CLP in Kerala, the High Command of the Congress has completed all discussions and the decision on who the next Chief Minister of Kerala will be announced tomorrow. പറഞ്ഞത് എന്തായാലും ചർച്ചകൾ പൂർത്തിയാക്കിയിരിക്കുന്നു. അപ്പോൾ മാധ്യമങ്ങളെ അറിയിക്കാൻ Kerala will be announced. Where in Delhi or Kerala? നാളെ തീരുമാനമുണ്ടാകുമെന്നാണ്, നാളെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് ജയറാം രമേശ് പറഞ്ഞത്. ഇപ്പോൾ ഒരു ഒഫീഷ്യൽ ഇതാദ്യമായി ഒരു ഔദ്യോഗികമായി ഇന്ന ദിവസം തീരുമാനമുണ്ടാകുമെന്ന് പറയുന്നു എന്ന ആശ്വാസം എന്തായാലും ഉണ്ട്. തേങ്ങ ഉടയ്ക്കുന്നില്ല, ഇന്നും ആ തേങ്ങ ഉടപ്പ് നാളെയിലേക്ക് മാറ്റി എന്നുള്ളതാണ്. നാളെ പ്രഖ്യാപനം ഉണ്ടാകും. എന്തായാലും ആ തീരുമാനം ചർച്ചകളൊക്കെ പൂർത്തിയായി ഒരു ഫൈനൽ തീരുമാനം ഉണ്ടായിരിക്കുന്നു. നാളെ പ്രഖ്യാപനം എന്നുള്ളതാണ് അല്പസമയം ജയറാം രമേശ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.